നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മരുന്നുകളെക്കുറിച്ചാണ്. ഉം. നമുക്ക് മരുന്നുകളുടെ ലോകത്തേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. പലതരം മരുന്നുകൾ, അവ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? അതെ. ഈ മരുന്നുകളുടെ ശക്തിയും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതായത് ആ ഒരു ബാലൻസ്, അതാണല്ലോ പ്രധാനം. അതെ അതെ. അപ്പോ ഈ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മരുന്നുകളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടല്ലോ. രാസഘടന നോക്കി, അല്ലെങ്കിൽ ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഒരു ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് വെച്ച് തുടങ്ങിയാലോ? ആ അത് നല്ലതാ. കാരണം ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, എന്താ പറയുക, കെമിക്കൽ പ്രോസസ്സിനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നോക്കിയേ, നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് ബാക്ടീരിയയെ കൊല്ലുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, പിന്നെ വേദന കുറയ്ക്കുന്ന അനൽജസിക്കുകൾ, മാനസികാരോഗ്യത്തിനുള്ള മരുന്നുകൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പല രീതിയിലാണ്. ആ രീതി മനസ്സിലാക്കിയാൽ മരുന്നിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. അത് തന്നെ. അപ്പൊ നമുക്ക് നേരെ ആന്റിബയോട്ടിക്കുകളിലേക്ക് പോവാം. സാധാരണ കേൾക്കുന്ന രണ്ട് പേരുകളുണ്ട്, ആംപിസിലിനും ക്ലോറാംഫെനിക്കോളും. നിങ്ങളുടെ ആ മെറ്റീരിയലിലും ഇത് എടുത്തു പറയുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരേ ആവശ്യത്തിനാണെങ്കിലും പ്രവർത്തനം വേറെ വേറെയാണെന്ന് തോന്നുന്നു. എന്താണ് ആംപിസിലിൻ, എങ്ങനെയാ? ശരിയാണ്. ആംബിസിലിൻ അത് പെൻസിലിൻ ഗ്രൂപ്പിൽ വരുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ കോശഭിത്തി, അതായത് സെൽ വോൾ, അതുണ്ടാക്കുന്നത് തടയുക എന്നുള്ളതാണ്. ഓഹോ, സെൽ വോൾ. അതെ, അതായത് മനുഷ്യരുടെ കോശങ്ങൾക്ക് സെൽ വോൾ ഇല്ല, പക്ഷെ ബാക്ടീരിയയ്ക്ക് ഉണ്ട്. അപ്പോൾ അതൊരു ടാർഗറ്റാണ്. ഈ സെൽ വോളിനൊരു ബലം കൊടുക്കുന്ന പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്നൊരു സാധനമുണ്ട്. അതുണ്ടാക്കുന്ന എൻസൈമുകളെ, PBPകളെ, ഈ ആംബിസിലിൻ പോയി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പിന്നെ കോശഭിത്തി വീക്കാവും. ബാക്ടീരിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് നശിച്ചു പോകും. ഓഹോ, അപ്പോ ബാക്ടീരിയയുടെ ആ ഒരു ഷീൽഡ് തന്നെ തകർത്ത് കളയും. പെൻസിലിൻ കണ്ടുപിടിച്ചതൊരു വിപ്ലവമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ലേഖനത്തില്. അപ്പോൾ ഈ സെൽ വോള് ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ അത്? അതെ, അതൊരു പ്രധാന കാരണമാണ്. ഇതിനെ സെലക്റ്റീവ് ടോക്സിസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ കോശങ്ങളെ വലിയ കുഴപ്പമില്ലാതെ ബാക്ടീരിയ മാത്രം ലക്ഷ്യം വയ്ക്കാൻ പറ്റുന്നു. സാധാരണ കാണുന്ന ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ, മൂത്രത്തിലെ പഴുപ്പ്, ഇതിനൊക്കെ ആംബിസിലിൻ പോലത്തെ മരുന്നുകൾ നല്ല എഫക്റ്റീവായിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട്. ശരി ശരി. ഇനി മറ്റേത്, ക്ലോറാംഫെനിക്കോൾ. ഇതും ആന്റിബയോട്ടിക് തന്നെ, പക്ഷെ വഴി വേറെയാണെന്ന് തോന്നുന്നു. ഇതിന്റെ ചില അപകടങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ റിപ്പോർട്ടുകളിൽ. എന്താണ് ഇതിന്റെ രീതി? ക്ലോറാംഫെനിക്കോൾ, അതിന്റെ ലക്ഷ്യം സെൽ വോളല്ല. അത് ബാക്ടീരിയയുടെ ഉള്ളിൽ കടന്നിട്ട് അതിന്റെ പ്രോട്ടീൻ ഫാക്ടറി, അതായത് റൈബോസോം, അതിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്ടീരിയയ്ക്ക് വളരണമെങ്കിലും പെരുകണമെങ്കിലും പ്രോട്ടീൻ വേണം. അതുണ്ടാക്കുന്നത് ഈ റൈബോസോമാണ്. ക്ലോറാംഫെനിക്കോൾ ഈ റൈബോസോമിന്റെ പ്രവർത്തനം തടയും. പ്രോട്ടീൻ നിർമ്മാണം സ്റ്റോപ്പാവും. ആഹാ, അപ്പോ ഒന്ന് പുറംചട്ടയെ തകർക്കുന്നു, മറ്റേതകത്തുള്ള ഫാക്ടറി പൂട്ടിക്കുന്നു. ഈ പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസം ചികിത്സയെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്? പ്രത്യേകിച്ച് തലച്ചോറിലെ ഇൻഫെക്ഷനൊക്കെ ഇത് നല്ലതാണെന്നൊരു സ്റ്റഡിയിൽ കണ്ടു. അതൊരു പ്രധാന പോയിന്റാണ്. ക്ലോറാംഫെനിക്കോളിനൊരു പ്രത്യേക കഴിവുണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ, അതായത് രക്തവും തലച്ചോറും തമ്മിലുള്ളൊരു തടസ്സം, അത് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള തലച്ചോറിനെ ബാധിക്കുന്ന സീരിയസ് ഇൻഫെക്ഷൻസിന് ഇത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സ് കൂടുതലാണ്. ബോൺ മാരോ സപ്രഷൻ, അതായത് മജ്ജയുടെ പ്രവർത്തനം കുറഞ്ഞ് രക്തകോശങ്ങൾ കുറഞ്ഞു പോകാം. പിന്നെ ചെറിയ കുട്ടികളിൽ ഗ്രേ ബേബി സിൻഡ്രോം എന്നൊരു മാരകമായ അവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന പോലെ വേറെ വഴിയില്ലാത്തപ്പോൾ ലൈഫ് സേവിംഗ് സിറ്റുവേഷനിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതും ഒരു വലിയ പ്രശ്നമായി പല ലേഖനങ്ങളിലും പറയുന്നുണ്ടല്ലോ. ഈ രണ്ട് മരുന്നുകളെയും ഇത് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ബാധിക്കുന്നുണ്ട്. ആംബിസിലിനെ പൊട്ടിക്കാൻ വേണ്ടി ബാക്ടീരിയ ബീറ്റാലാക്ടമേസ് എന്നൊരു എൻസൈം ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ ക്ലോറാംഫെനിക്കോളിനെതിരെയും റെസിസ്റ്റൻസ് വരാനുള്ള വഴികൾ ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആന്റിമൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അതായത് ആന്റിബയോട്ടിക് ആവശ്യമെങ്കിൽ മാത്രം ഡോക്ടർ പറയുന്ന ഡോസിൽ അത്രയും ദിവസം മുഴുവനായിട്ട് കഴിക്കുക, ചുമ്മാ എടുത്ത് കഴിക്കരുത്. ശരിയാണ്. ഇനി നമുക്ക് സൾഫ ഡ്രഗ്സിലേക്ക് വരാം. ഇതിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നു. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ആന്റി മൈക്രോബിയൽ ഏജൻസ് ഇവയാണല്ലേ? അതെ,
1930കളിൽ ഇതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ മനുഷ്യൻ ലാബിലുണ്ടാക്കിയെടുത്ത ആദ്യത്തെ മരുന്നുകളാണ് ഈ സൾഫ മരുന്നുകൾ. ഇതിന്റെ പ്രവർത്തനം കുറച്ച് വ്യത്യസ്തമാണ്. ബാക്ടീരിയയ്ക്ക് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിറ്റമിൻ സ്വയം ഉണ്ടാക്കണം. നമുക്കത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. ഈ ഫോളിക് ആസിഡ് ഉണ്ടാക്കാൻ ബാക്ടീരിയയ്ക്ക് പാരാ അമീനോ ബെൻസോയിക് ആസിഡ്, അതായത് പാപ എന്നൊരു സാധനം വേണം. സൾഫ മരുന്ന് കാണാൻ ഏകദേശം ഈ പാപ പോലെയിരിക്കും. ഒരു കള്ളത്താക്കോല് പോലെ. കള്ളത്താക്കോലോ? അതെങ്ങനെ? അതായത് ഫോളിക് ആസിഡ് ഉണ്ടാക്കുന്ന എൻസൈമിന്റെ ആ പൂട്ടില്ലേ, അവിടെ ശരിക്കുള്ള താക്കോലായ പാപ കയറുന്നതിന് പകരം ഈ കള്ളത്താക്കോല്, അതായത് സൾഫ മരുന്ന്, കയറിയിരിക്കും. ഓക്കെ. അതോടെ ആ എൻസൈം ബ്ലോക്ക് ആവും. ഫോളിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ബാക്ടീരിയയ്ക്ക് വളരാനും പറ്റില്ല. നമ്മൾ ഫോളിക് ആസിഡ് പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്, നമുക്ക് വലിയ പ്രശ്നമല്ല. അതാണ് നേരത്തെ പറഞ്ഞ സെലക്റ്റീവ് ടോക്സിസിറ്റി. കൊള്ളാം. നല്ലൊരു തന്ത്രം തന്നെ. പക്ഷേ ഇപ്പൊ ഇതിന്റെ ഉപയോഗം അത്രയ്ക്കില്ല, റെസിസ്റ്റൻസും പ്രശ്നമാണെന്ന് കാണുന്നു. ശരിയാണ്. കുറെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ പല ബാക്ടീരിയകളും ഇതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കി. പിന്നെ അലർജി ഉണ്ടാവാം, കിഡ്നിയിൽ ക്രിസ്റ്റൽ വരാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. എന്നാലും ചില യൂറിനറി ഇൻഫെക്ഷൻസിനും മറ്റും ഇപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. വില കുറവാണെന്നുള്ളതും ഒരു ഘടകമാണ്. ഓക്കെ. അടുത്തത് നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ്, പനിക്കും വേദനയ്ക്കുമുള്ളവ. പാരസെറ്റമോൾ, ഐബുപ്രോഫൻ, ആസ്പിരിൻ. നിങ്ങളുടെ കയ്യിലുള്ള ആ കൺസ്യൂമർ ഗൈഡുകളിലും ഹെൽത്ത് ആർട്ടിക്കിൾസിലുമൊക്കെ ഇതിനെപ്പറ്റി കുറേയുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും സേഫ്റ്റിയിലും പ്രവർത്തനത്തിലും വ്യത്യാസമുണ്ടെന്ന് വ്യക്തമാണല്ലോ. അതെ, മൂന്നും പനിയും വേദനയും കുറയ്ക്കാൻ നല്ലതാണ്. ഇവയെല്ലാം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊരു കെമിക്കലിന്റെ ഉൽപ്പാദനം കുറച്ചിട്ടാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിനാണ് വേദനയ്ക്കും പനിക്കും നീർക്കെട്ടിനുമൊക്കെ ഒരു കാരണം. ഇതുണ്ടാക്കുന്ന കോക്സ് എൻസൈമിനെയാണ് ഇവ മൂന്നും ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഓരോന്നും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലും എവിടെ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്നതിലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയിൽ അത് പറയുന്നുണ്ടല്ലോ. പറയാം. പാരസെറ്റമോൾ നമ്മൾ സാധാരണ കഴിക്കുന്നത്, ഇത് മെയിനായിട്ട് ബ്രെയിനിലാണ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പനി കുറയ്ക്കും, വേദന കുറയ്ക്കും. പക്ഷേ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, അത് കുറയ്ക്കാൻ ഇതിന് വലിയ കഴിവില്ല. പിന്നെ ഏറ്റവും പ്രധാനം, ഡോസ് കൂടിയാൽ ലിവറിന് പ്രശ്നമാണ്. ആ സേഫ്റ്റി റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഒരു ദിവസം മാക്സിമം 4 ഗ്രാം, അതായത് 500 mgയുടെ 8 ഗുളികയിൽ കൂടരുത്. ശരി, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഐബുപ്രോഫൻ. ഐബുപ്രോഫൻ ഒരു NSAID ഗ്രൂപ്പിൽപ്പെടും. നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഇത് ബ്രെയിനിലും പ്രവർത്തിക്കും, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രവർത്തിക്കും. അപ്പോൾ പനി, വേദന, അതോടൊപ്പം നീർക്കെട്ടും കുറയ്ക്കും. പാരസെറ്റമോളിനേക്കാളും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം, ഇത് വയറ്റിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില പ്രോസ്റ്റാഗ്ലാൻഡിനുകളെയും ഇത് ബ്ലോക്ക് ചെയ്യും. കിഡ്നിക്കും ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാം. ഹാർട്ടിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ആസ്പിരിനോ? അതിന് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് വേറെ ചില ഉപയോഗങ്ങളും ഉണ്ടെന്ന് ഒരു ലേഖനത്തിൽ കണ്ടല്ലോ. ആ, ആസ്പിരിനും ഒരു NSAID ആണ്. ഐബുപ്രോഫൻ പോലെ പനി, വേദന, നീർക്കെട്ടൊക്കെ കുറയ്ക്കും. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇത് പ്ലേറ്റ്ലെറ്റ്സ്, അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന സെൽസ്, അതിന്റെ പ്രവർത്തനത്തെ സ്ഥിരമായിട്ട് ഇറിവേഴ്സിബിളായിട്ട് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളവർക്ക് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ചെറിയ ഡോസിൽ ആസ്പിരിൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ആ കാർഡിയോവാസ്കുലർ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. പക്ഷെ വയറുവേദന, ബ്ലീഡിംഗ് റിസ്ക് ഒക്കെ ഐബുപ്രോഫനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കാം ആസ്പിരിന്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് ആളുടെ അവസ്ഥ, വേറെ അസുഖങ്ങളൊക്കെ നോക്കിയിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. അപ്പോ ഒരേപോലത്തെ ആവശ്യത്തിനാണെങ്കിലും തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി നമുക്ക് മാനസികാരോഗ്യ ചികിത്സയിൽ ഉപയോഗിക്കുന്ന സൈക്കോട്രോപിക് മരുന്നുകളിലേക്ക് വരാം. ആന്റി ഡിപ്രസൻസ്, ട്രാങ്ക്വിലൈസറുകൾ, ഇവയൊക്കെ തലച്ചോറിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? സൈക്കോട്രോപിക് മരുന്നുകൾ പ്രധാനമായും തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, അതായത് നാഡീകോശങ്ങൾ തമ്മിൽ സിഗ്നൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതിൻ്റെ അളവിലോ പ്രവർത്തനത്തിലോ ഒക്കെ മാറ്റം വരുത്തിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആ മെറ്റീരിയൽസിൽ ആൻറ്റി ഡിപ്രസൻറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വിഷാദരോഗത്തിന് കൊടുക്കുന്നത് SSRI ഗ്രൂപ്പിലുള്ള ഫ്ലൂഓക്സെറ്റിൻ പോലെയുള്ള മരുന്നുകൾ, സെറോട്ടോണിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററുണ്ട്, അതിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും.
അതായത് നാഡീകോശങ്ങൾക്കിടയിൽ അത് കൂടുതൽ നേരം നിൽക്കാൻ സഹായിക്കും. ഇത് മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കരുതുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ എഫക്റ്റ് വരാൻ ചിലപ്പോൾ ആഴ്ചകളെടുക്കും. ഒരു ലേഖനത്തിൽ അതെടുത്തു പറയുന്നുണ്ട്. ശരിയാണ്, അത് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒന്നല്ല. ഇനി ട്രാങ്കുലൈസറുകൾ, അത് കൂടുതലും ഉത്കണ്ഠ, ആൻസൈറ്റി കുറയ്ക്കാനാണല്ലോ. അതെ, ട്രാങ്കുലൈസറുകൾ അല്ലെങ്കിൽ ആൻസിയോലൈറ്റിക്സ് എന്ന് പറയും. ഉദാഹരണത്തിന് ഡയസെപ്പാം പോലെയുള്ള ബെൻസോഡയസെപ്പൈനുകൾ. ഇത് ഗാബ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഗാബയുടെ പണി എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കുക, ഒന്ന് കാം ഡൗൺ ആക്കുക എന്നതാണ്. അപ്പോൾ ഗാബ കൂടിയാൽ ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ കുറയും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ സോഴ്സുകൾ പറയുന്ന പോലെ ഉപയോഗിക്കുമ്പോൾ ഒരു മയക്കം വരാം, ഓർമ്മക്കുറവ് തോന്നാം, പിന്നെ സ്ഥിരമായി ഉപയോഗിച്ചാൽ ഒരു ഡിപ്പെൻഡൻസ്, അതായത് അതില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ വരാം. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണിവ. മനസ്സിലായി. ഈ മരുന്നുകളെല്ലാം തലച്ചോറിലെ കെമിസ്ട്രിയിലാണ് കളിക്കുന്നത്. ഇതേ കെമിസ്ട്രി തന്നെയല്ലേ ഈ ഡ്രഗ് അഡിക്ഷൻ അഥവാ മയക്കുമരുന്ന് ആസക്തിക്ക് പിന്നിലും? നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ അതിന്റെ ഒരു കെമിക്കൽ ബേസിസ് പറയുന്നുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഡ്രഗ് അഡിക്ഷനും അടിസ്ഥാനപരമായി തലച്ചോറിലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സിസ്റ്റം താളം തെറ്റുന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു റിവാർഡ് സിസ്റ്റമുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഡോപ്പമിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാവും. ഇത് നമുക്കൊരു സന്തോഷം തരും, ആ പ്രവൃത്തി വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പോ ഈ ലഹരി വസ്തുക്കൾ ഈ സിസ്റ്റത്തെ അങ്ങ് ഹൈജാക്ക് ചെയ്യുകയാണോ? അതെ, കറക്റ്റ്, അങ്ങനെ പറയാം. ഉദാഹരണത്തിന് ആ റിപ്പോർട്ടിൽ പറയുന്ന ഹെറോയിൻ പോലെയുള്ള ഒപ്പിയോയിഡുകൾ, അത് ബ്രെയിനിലെ സ്വാഭാവിക ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് സാധാരണയിലും ഒരുപാട് അധികം ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ കാരണമാകും. ഇത് വളരെ ശക്തമായ ഒരു യൂഫോറിയ, ഒരു സന്തോഷം നൽകും. കൊക്കൈൻ ആണെങ്കിൽ ഡോപ്പമിൻ തിരിച്ച് സെല്ലിലേക്ക് എടുക്കുന്നത് തടയും. അപ്പോഴും ഡോപ്പമിൻ്റെ അളവ് കൂടും. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ ആ സിസ്റ്റം മൊത്തത്തിൽ താളം തെറ്റും. അപ്പൊ ബ്രെയിൻ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുവോ? അതാണോ ഈ ടോളറൻസും ഡിപ്പെൻഡൻസും ഒക്കെ ഉണ്ടാക്കുന്നത്? അതെ, തുടർച്ചയായി ഇങ്ങനെ അമിതമായി ഡോപ്പമിൻ വന്നുകൊണ്ടിരുന്നാൽ ബ്രെയിൻ അതിനോട് പ്രതികരിക്കും. ഒന്നുകിൽ ഡോപ്പമിൻ റിസപ്റ്ററുകളുടെ എണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കും. ഇതാണ് ടോളറൻസ്. അതായത് അതേ സുഖം കിട്ടണമെങ്കിൽ പിന്നെ കൂടുതൽ അളവിൽ ലഹരി ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ലഹരിയില്ലാതെ ബ്രെയിന് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതാവും. അതാണ് ഡിപ്പെൻഡൻസ് അഥവാ ആശ്രിതത്വം. ഓഹോ. അപ്പോ ലഹരി നിർത്തുമ്പോൾ ആകെ ബുദ്ധിമുട്ടുകൾ, വിഡ്രോവൽ സിംറ്റംസ് വരുന്നത് അതുകൊണ്ടാണ്. ബ്രെയിൻ ആ ലഹരിയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി ശരി. അപ്പോൾ നമ്മൾ മരുന്നുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ മുതൽ ആന്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ, സൈക്കോട്രോപിക് മരുന്നുകൾ, അവസാനം ഡ്രഗ് അഡിക്ഷന്റെ കെമിസ്ട്രി വരെ ഒന്ന് ഓടിച്ചു നോക്കി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു.